യെസ് ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫേമസ് സൈക്കോളജിസ്റ്റ് കലാ കല്യാണി മാമാണ്. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചുണ്ടായ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരുമിച്ചുണ്ട് ആൻഡ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ടൈമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഐ തോട്ട് ചെറിയ കാര്യങ്ങളെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞങ്ങളിപ്പം സ്കൂളുകളിൽ പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളുകളിലെ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പറയാം. ഇന്ന് ഞങ്ങൾ 2 സ്കൂളിൽ പോയിരുന്നു. ആദ്യം പോയ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മാം നമുക്ക് പറഞ്ഞു തരും. അതിൽ നമുക്ക് ചെന്നതേ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പ്രാർത്ഥനയാണ്. യെസ്, ചന്തമേറിയ പൂവിലും എന്ന ചിന്തയാം എനിക്ക് ഓർമ്മയില്ല പാട്ട്, പക്ഷെ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഭയങ്കര നമ്മളെ ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് ആ കുട്ടികളെ അവിടെ ഇരിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികളെ ആദ്യം തന്നെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന, അതിലൂടെയാണ് അവർ തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു ബിഹേവിയർ ടീച്ചേഴ്സിൻ്റെ, അവർ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ള ലവ് ആൻഡ് എമ്പതിയിലാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഷൗട്ടുള്ള ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കമ്പാഷൻ അവരുടെ ആ ഓരോ വേർഡ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സെഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വളരെ അറ്റൻറ്റീവായിട്ട്, വളരെ റെസ്പോൺസീവായിട്ട്, ഭയങ്കര കോപ്പറേറ്റീവായിട്ട് നമ്മളോട് പെരുമാറുന്നു എന്നുള്ള, അപ്പോൾ ആ ഒരു ടീച്ചേഴ്സിൻ്റെ കുട്ടികളിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ടീച്ചേഴ്സ് എന്നുള്ളത്. നമ്മൾ വിചാരിക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ പാരൻസിനെ മാത്രമാണ് കണ്ടുപഠിക്കുന്നത്, അല്ലെങ്കിൽ പാരൻസിന് മാത്രമാണ് അവരെ കണ്ടീഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അല്ല, വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അവർ സ്കൂളുകളിലാണുള്ളത്. സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സ് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. കാര്യം ഇന്ന് ഞങ്ങൾ പോയ സെക്കൻഡ് സ്കൂളിൽ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നൊരു സാറായിരുന്നു. കുട്ടികൾ ഭയങ്കര പ്രോആക്റ്റീവ് ആയിരുന്നു. ഭയങ്കര പ്രോആക്റ്റീവ് എന്നാണ് അതിന് പറയാം. അവർ ഭയങ്കരമായിട്ട് രണ്ടാമത്തെ ഒരു അഗ്രസീവ് ടൈപ്പ് ആയിരുന്നു കുട്ടികൾ. പക്ഷെ സാറന്മാരെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അതിന് റീസൺ മനസ്സിലായത്. സാറന്മാർ അതിനേക്കാൾ അഗ്രസീവാണ്. എന്താടാ കോട്ടിടാത്തത് എന്നൊക്കെ. സാറന്മാർ ഗുണ്ടകളാവുമ്പം സ്വാഭാവികമായിട്ടും കുട്ടികളും അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇപ്പം എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു +1 +2 ഒക്കെ എത്തുമ്പോഴത്തേനും ടീച്ചേഴ്സ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര എന്തോ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടാണ് അത്. അപ്പം ഇന്ന് ഞാനത് പറഞ്ഞപ്പം നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നവർ പറഞ്ഞത് അത് അപ്പം പിന്നെ കുട്ടികളല്ലല്ലോ, +1 +2 ഒപ്പത്തിനൊപ്പത്തിയാൽ പിന്നെ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യില്ല. നമ്മളപ്പോഴും കുട്ടികളാണ് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അപ്പം +1 +2 എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു വലിയ കാലഘട്ടമല്ല. നമ്മളപ്പോഴും മോൾഡ് ചെയ്ത് ഇപ്പോഴും സ്റ്റിൽ വി ആർ ലേണിംഗ് ആൻഡ് അൺലേണിംഗ് പ്രോസസ്സിലാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ സ്കൂൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് നേരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇത് നിങ്ങൾക്കും കൂടെ കൺവേ ചെയ്യണം എന്ന്. വേറെ ഒരു 4 ടൈപ്പ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇത്ര പോയ സ്കൂളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലർ പാസീവായ ആറ്റിറ്റ്യൂഡാണ്. എന്തോ പ്രോഗ്രാം ഉണ്ട്, എന്തോ നിങ്ങൾ വന്നോ ചെയ്തോ, ആരും നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ആരുമില്ല, റിസീവ് ചെയ്യാൻ ആരുമില്ല, നമ്മളെന്തോ ഒരു ഇതുപോലെ, അങ്ങനെ ഒരു പാസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ചിലർ ഈ പറഞ്ഞ പോലെ ഷൗട്ട് ചെയ്യുന്നു, അല്ലെ അങ്ങനെ ചെയ്യുന്നു, അതൊരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡ്. ഇനി ചിലർ ആക്റ്റീവ് ആറ്റിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ വന്നു, നിങ്ങൾ ചെയ്യുന്നു, ഓക്കെ ഞങ്ങൾ അത്യാവശ്യമൊക്കെ സപ്പോർട്ട് ചെയ്തു തരാം, ഓക്കെ. പക്ഷെ ചിലയിടത്തെന്ന് പറഞ്ഞാൽ ഒരു തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ശരിക്കും പ്രോ ആക്റ്റീവ് അല്ലെങ്കിൽ പ്രോ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ടീച്ചേഴ്സിനെയും അങ്ങനത്തെ സ്കൂൾ ഹെഡ്സിനെയും നമ്മൾ കണ്ടു. അപ്പോൾ ശരിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മാമിൻ്റെ ക്ലാസ്സിലാണെങ്കിലും മാം കുട്ടികൾക്ക് എടുക്കുമ്പോൾ വേറൊരു ടോണ്, പിന്നെ ഒരു എന്താ പറയുക +1 +2 കുട്ടികൾക്ക് എടുക്കുമ്പം അവരോട് പറഞ്ഞ ഇറ്റ്സ് യുവർ ചോയ്സ് അങ്ങനെ പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുക. അല്ലാണ്ട് അവരോടൊരിക്കലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാം നിൽക്കില്ല. കാര്യങ്ങൾ പറയുന്നു വരുന്നു എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ,
ഈ ബിഹേവിയറും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റും പല ടൈപ്പ് ബിഹേവിയർ കാണണം. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യും ആ മാഷിനെ പോലെ ആകാം, ആ മാഷ് ഭയങ്കര കൈൻഡായിട്ടാണ് സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, അങ്ങനെ ആവാം എന്ന് തോന്നുന്ന ഒരു മാഷെങ്കിലും ഒരു കുട്ടിന്റെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതെ 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 ആ ഒരു കമ്പാഷനേറ്റ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ശരിക്കും കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാ മീൻസ് ഞാൻ ക്ലാസ്സിൽ ഇന്ന് വന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തെങ്കിലും ക്ലാസ്സിലൊരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായി, ബിഹേവിയറൽ ഇഷ്യൂ കാണിച്ചു, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിനെ ഷൗട്ട് ചെയ്തൊരു ഇതിൽ എത്തുന്ന ഒരു അധ്യാപകനെയല്ല അവർ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് വൈ പാർട്ട് ഓഫ് ദ ബിഹേവിയർ കണ്ടെത്തി അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ് ശരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കുട്ടികൾ തെറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾക്ക് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ കാണുന്നുണ്ട്, അവർ ചിലപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കിന്ന് വരും. മുതിർന്നവരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല, അതെന്താന്ന് വെച്ചാൽ അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവരുടെ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ബ്രെയിനാണ്, അവരുടെ ഇമോഷണൽ ബ്രെയിനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ആ ബോധ്യം ടീച്ചേഴ്സിന് ഉണ്ടാവണം. ടീച്ചേഴ്സ് പിള്ളേരെക്കാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ബെസ്റ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ എവിടെ നോക്കിയാലും അതാ മനസ്സിലാവുന്നത്. ഇപ്പൊ ഒരു കുട്ടികൾ മോശമാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ വലിയ ഘടകം ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ പാരന്റ്സ് ആണ്. അത് ഏറ്റെടുക്കാൻ ഇവര് തയ്യാറാവില്ല. കുട്ടികൾ എന്തുകൊണ്ട് വെടക്കായി എന്നുള്ളത് എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല. കുട്ടികൾ വെടക്കാണ് എന്നുള്ള ടാഗ് മാത്രം കൊടുക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അതാണ് എന്താണ് ഇവരിങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ എന്നുള്ള. അല്ല, അതെപ്പോഴും പണ്ട് ഞാനും ബി.എഡൊക്കെ കഴിഞ്ഞപ്പം പണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ജോണിനെ, ഞങ്ങളുടെ സൈക്കോളജി സാർ അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോണിനെ കണക്ക് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ജോൺ എന്താണെന്ന് അറിയണം. ജോണിനെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവനെ കണക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ജോൺ എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ അത് പഠിപ്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ആ ഒരു ചെറിയ സിമ്പിളാണ് ഇതൊക്കെ നമ്മൾ ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഹൗ ടു ബിഹേവ് ചിൽഡ്രൻ എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കുന്നത്. പക്ഷെ അത് പഠിക്കുന്നതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വളരെ സിമ്പിളാണ്. ബി കൈൻഡ് ടു ചിൽഡ്രൻ. കുട്ടികൾ കുട്ടികളാണ്, പക്ഷെ എന്താ പറയാ, അവർക്ക് കുട്ടികളാകാനേ പറ്റുള്ളൂ. അവർക്ക് കുഞ്ഞു മനസ്സാണുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ആൻഡ് ഓൾസോ യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളാണ്, പക്ഷെ നിങ്ങളെ ചിന്തകളും നിങ്ങളല്ല. നിങ്ങളെ കുട്ടികൾ നിങ്ങൾ വഴി വന്നേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി അല്ല. അത് ഖലീൽ ജിബ്രാന്റെ